മിനി സ്ക്രീനിലും സിനിമകളിലൂടെയും തിളങ്ങിയ താരമാണ് നടിയും നർത്തകിയുമായ ശാലുമേനോൻ. നിരവധി സീരിയലുകളിൽ അഭിനയിച്ച താരം സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ജയിലിലും കിടന്നിട്ടുണ്ട്. സോളാർ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായ ബിജു രാധാകൃഷ്ണനുമായി ചേർന്ന് പണം തട്ടിയെടുത്തു എന്നാണ് അന്നു ശാലുമേനോനെതിരായി കേസ് വന്നത്. കേസിലെ രണ്ടാം പ്രതിയായിരുന്നു ശാലു. കേസിൽ ശാലുമേനോൻ അറസ്റ്റിലാവുകയും പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ശാലുമേനോന്റെ വീട് നിർമ്മിച്ചു നൽകിയത് ബിജു രാധാകൃഷ്ണനാണെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു. 1988 ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന സിനിമയിലൂടെയാണ് ശാലു അഭിനയത്തിലേക്ക് എത്തിയത്. വിവാദങ്ങളിൽ കുടുങ്ങിയ ശേഷം ഏറെക്കാലം ശാലു അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് അഭിനയത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിയത്. ഇപ്പോൾ അഭിനയവും നൃത്തം പഠിപ്പിക്കലും എല്ലാമായി ശാലു സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഒരു അഭിമുഖത്തിൽ നൽകിയ കാര്യങ്ങളാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. അതായത് 49 ദിവസത്തെ ജയിൽവാസത്തെക്കുറിച്ച് ആണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തനിക്ക് ഒരു കഷ്ടകാലം വന്നപ്പോഴാണ് ആരൊക്കെ കൂടെ നിൽക്കും എന്നത് മനസ്സിലായതെന്നും എല്ലാവരെയും വിശ്വസിക്കുന്ന തൻ്റെ സ്വഭാവം മാറിയെന്നും ശാലുമേനോൻ അതിൽ പറയുന്നുണ്ട്. അപ്പൂപ്പനായിട്ടാണ് എന്നെ നൃത്തം പഠിപ്പിച്ചു തുടങ്ങിയത്. ഞാൻ ആദ്യമായി ചെയ്ത സീരിയലിൽ ലഭിച്ച വേഷം യക്ഷിയുടേതാണ്. പിന്നീടാണ് ദേവി കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഞാൻ അമിതമായി എല്ലാവരെയും വിശ്വസിച്ചിരുന്ന ആളാണ്. അതിൻ്റെ ഭാഗമായി ചില സംഭവങ്ങൾ ലൈഫിൽ ഉണ്ടായി എനിക്ക്. അതോടെ പല പാഠങ്ങളും പഠിച്ചു. എനിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളതായി എനിക്ക് തോന്നുന്നു. വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നത് അമ്മയും എൻ്റെ സ്റ്റുഡൻസും അവരുടെ പാരൻസുമാണ്. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. ജയിലിൽ കിടന്നുവെന്നതിൻ്റെ പേരിൽ പലരും എന്നെ സീരിയലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആളാണ്. അതിൻ്റെ പേരിൽ ഞാൻ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. പലതരത്തിലുള്ള ആളുകളെ ജയിലിൽ വെച്ച് ഞാൻ കണ്ടു. 49 ദിവസം ജയിലിൽ കിടന്നു. പലരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി. നടി എന്ന രീതിയിലുള്ള ഒരു പരിഗണനയും എനിക്ക് ജയിലിൽ ലഭിച്ചിരുന്നില്ല. എല്ലാവരെയും പോലെ തറയിൽ പാവിരിച്ചാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ കൂടെ ഒരാളെ താമസിച്ചിരുന്നുള്ളൂ. ഒരു പ്രായമായ അമ്മയായിരുന്നു. 4 വർഷമായി അവരും ജയിലിൽ കിടക്കുകയാണ്. മകന് അമ്മയെ വേണ്ട. അതുകൊണ്ടാണ് അവർ ജയിലിൽ തന്നെ തുടരുന്നത്. അധികം ആരെയും വിശ്വസിക്കരുതെന്ന പാഠം ഞാൻ പഠിച്ചു. അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് ന്യൂസ് കവർ ചെയ്യാൻ വന്ന മീഡിയയ്ക്ക് ഞാൻ ചായ വരെ കൊടുത്തിരുന്നു. അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് കുടുംബക്കാർ വരെ മാറി നിന്നു. എൻ്റെ ജീവിതം വേണമെങ്കിൽ ഒരു ബുക്കാക്കി മാറ്റാം എന്നാണ് ശാലു പറയുന്നത്. അടുത്തിടെ ശാലുവിനെതിരെ ആരോപണങ്ങളുമായി മുൻ ഭർത്താവും രംഗത്തെത്തിയിരുന്നു. അതായത് 2016 ശാലു നടനായ സജി നായരെ വിവാഹം കഴിച്ചത്. അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇരുവരുടെയും വിവാഹ വാർത്ത. എന്നാൽ 2022 ഡിസംബറിൽ ഇരുവരും വേർപിരിയാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ശാലുമേനോൻ തന്നെയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. എന്നെ മുഴുവനായി ശാലുമേനോൻ നശിപ്പിച്ചു എന്നാണ് സജി നായർ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ പറഞ്ഞത്. തിരിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസം ഇല്ലാതാകും. ഇപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചധികം പറയാനുണ്ട്. അതിനുള്ള സമയം എത്തിയാൽ ഞാൻ പറയും. ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്നതല്ലല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്നാണ് സജി ശാലുവുമായുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. ഇപ്പോൾ കേസിലെ സത്യാവസ്ഥ പുറത്തു വന്നെങ്കിലും അധികമാരും ഇതറിഞ്ഞിരുന്നില്ല. ശരിക്കും വേദന ഉണ്ടാക്കിയ കാര്യം അതാണെന്ന് പറയുകയാണ് നടി ഇപ്പോൾ. ഇങ്ങനൊരു കേസ് വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സ്വന്തക്കാർ പോലും ഇറങ്ങി ഓടിയിരുന്നു. അങ്ങനെ സത്യമെന്തെന്ന് പോലും അറിയാതെ പലരും കുറ്റപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ അതൊന്നും ബാധിക്കുന്നില്ലെന്ന് പറയുകയാണ് നടി. ഒരു സോഷ്യൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇങ്ങനെ പറഞ്ഞത്. പുറത്തിറങ്ങിയതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അധികം വൈകാതെ തന്നെ ശാലു പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങി. അങ്ങനെ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് നടി പറയുന്നത്. നമ്മളൊരു കുറ്റവാളിയാണെന്ന നിലയിൽ പലരും കാണാറുണ്ട്. എന്നാൽ നാട്ടിൽ നടക്കുന്ന പല പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. സത്യത്തിൽ എന്താണ് കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് നമുക്കും ഈശ്വരനും മാത്രമേ അറിയുകയുള്ളൂ.
എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ആളാണ്. ഇതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പലയിടങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭയങ്കര വേദന തോന്നാറുണ്ട്. കേസ് വന്ന സമയത്ത് എല്ലാവർക്കും അതൊരു വലിയ ഹൈപ്പ് ആയിരുന്നു. എന്നാൽ ആ കേസ് അവസാനിച്ചതിനെ പറ്റി യാതൊരു ഹൈപ്പും ഉണ്ടായില്ല. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടും മാധ്യമങ്ങൾ അത് പറയാത്തതിൽ ശരിക്കും വിഷമമുണ്ട്. കാരണം സത്യാവസ്ഥ ആളുകൾക്ക് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ലെന്നാണ് നടി ശാലു മേനോൻ പറയുന്നത്. ജീവിതത്തിൽ ആരെയും കണ്ണടച്ചു വിശ്വസിക്കരുതെന്ന് പാഠവും പഠിച്ചു എന്ന് പറയുന്നു. പിന്നെ എന്ത് കാര്യമാണെങ്കിലും കൂളായിട്ട് വിടുക. പണ്ട് എന്തെങ്കിലും കേട്ടാൽ അതും ചിന്തിച്ചിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. പിന്നെ ഒരു കാലത്ത് കൂടെ ഉണ്ടായിട്ട് പിന്നെ ഇട്ടെറിഞ്ഞു പോയവർ കുടുംബത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ശാലു മേനോൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വേദന അനുഭവിച്ച സംഭവത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ.